നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. കോൺഗ്രസ് മുൻ MLA-മാർക്കെതിരായ നിയമസഭാ കയ്യാങ്കളി കേസ് ഹൈക്കോടതി റദ്ദാക്കി. ഡൊമിനിക് പ്രസന്റേഷൻ, MA വാഹിദ്, K ശിവദാസൻ നായർ എന്നിവർക്കെതിരെയുള്ള കേസാണ് റദ്ദാക്കിയത്. കെ ഫോൺ കരാർ ഇടപാടിൽ CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ നേതാവിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. കെ ഫോണിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടോ നിയമവിരുദ്ധതയോ കണ്ടെത്താനായില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. കെ ഫോണിൽ വലിയ അഴിമതി നടന്നെന്നായിരുന്നു VD സതീശന്റെ ആരോപണം. PV അൻവറിനെതിരെ ആരോപണവുമായി ADGP MR അജിത് കുമാർ രംഗത്ത്. PV അൻവർ MLA നടത്തിയ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ബാഹ്യശക്തികൾ ഉണ്ടെന്ന് ADGPയുടെ മൊഴി. അന്വേഷണത്തിന്റെ ഭാഗമായി വീണ്ടും അജിത് കുമാറിന്റെ മൊഴിയെടുക്കും. ആരോപണങ്ങൾക്ക് രേഖാമൂലം മറുപടി നൽകാൻ അവസരം വേണമെന്നും അജിത് കുമാർ ആവശ്യപ്പെട്ടു. താനൂർ കസ്റ്റഡി മരണക്കേസിൽ മലപ്പുറം മുൻ SP സുജിത് ദാസിനെ CBI വീണ്ടും ചോദ്യം ചെയ്തു. PV അൻവർ MLA-യുമായുള്ള ഫോൺ സംഭാഷണത്തിലെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ചോദ്യം ചെയ്യൽ. തിരുവനന്തപുരത്തെ ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്തത്. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവരുടെ സ്വകാര്യത ഉറപ്പാക്കണമെന്ന് WCC. സിനിമയിലെ എല്ലാ തൊഴിലുകൾക്കും കൃത്യമായ കരാർ കൊണ്ടുവരണമെന്നും പെരുമാറ്റച്ചട്ടം നടപ്പാക്കണമെന്നും സംഘടന. വിപുലമായ മൊഴിയെടുപ്പിനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയ 50 പേരെയും കാണും. 4 സംഘങ്ങളായി തിരിഞ്ഞായിരിക്കും ഇവരിൽ നിന്നുള്ള മൊഴിയെടുപ്പ്. അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് ആദരാഞ്ജലി അർപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇടതുപക്ഷത്തിന്റെ നേതൃവെളിച്ചം എന്നാണ് അനുസ്മരണ കുറിപ്പിൽ യെച്ചൂരിയെ മോദി വിശേഷിപ്പിച്ചത്. മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രിയും AAP നേതാവുമായ അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. ഭിന്നാഭിപ്രായം രേഖപ്പെടുത്തിയാണ് ജഡ്ജിമാർ വിധി പറഞ്ഞത്. കെജ്രിവാളിന്റെ അറസ്റ്റ് നിയമപരമാണെന്നും നടപടിക്രമങ്ങളിൽ അപാകതകൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കി. കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്കുള്ള മത്സരം മുറുകുന്നു. മുൻ ക്യാബിനറ്റ് മന്ത്രി മെൽസ്ട്രൈഡ് പുറത്തായതോടെ നിലവിൽ 4 പേരാണ് മത്സര രംഗത്തുള്ളത്. മുൻ മന്ത്രി റോബർട്ട് ചെന്റിക് നിലവിൽ 33 വോട്ടുകളോടെ മുന്നിട്ട് നിൽക്കുകയാണ്. 28 വോട്ടുകളുമായി കെമി ബാട്നോക്ക് 2ാം സ്ഥാനത്തെത്തി. വിജയിക്കുന്നയാൾ മുൻ പ്രധാനമന്ത്രി ഋഷി സുനകിന് പകരം പാർട്ടി നേതൃസ്ഥാനം ഏറ്റെടുക്കും. ഓണത്തിന്റെ ആഘോഷപ്പൊലിമയിൽ UK മലയാളികൾ. വിവിധ കേന്ദ്രങ്ങളിൽ ഓണത്തോടനുബന്ധിച്ച പലതരം കലാകായിക മത്സരങ്ങളും ഓണാഘോഷങ്ങളും അരങ്ങേറി. പെട്ടെന്നുണ്ടായ കാലാവസ്ഥാ വ്യതിയാനം മലയാളികൾക്ക് ആശങ്ക ഉളവാക്കുന്നു. ISL ഫുട്ബോൾ 11ാം സീസണ് ഇന്ന് തുടക്കം. മോഹൻ ബഗാൻ മുംബൈ സിറ്റി FC മത്സരം ഇന്ന് വൈകിട്ട് 7:30 കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ. കഴിഞ്ഞ സീസണിൽ ലീഗ് ചാമ്പ്യന്മാർക്കുള്ള ഷീൽഡ് സ്വന്തമാക്കിയതിന് പിന്നാലെ ISL കിരീടവും നേടി ഡബിൾ തികയ്ക്കാനെത്തിയ ബഗാനെ 3-1 ഫൈനലിൽ മുംബൈ പരാജയപ്പെടുത്തിയത്. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാവും. ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.